ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മൾ കാണാൻ പോകുന്നത് മൈ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഈ ഒരു സീരീസ് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. 4 എപ്പിസോഡ് റിലീസായി. ഇത് ഞാൻ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയൊരു സീരീസാണ്. എന്നാൽ എനിക്കിപ്പോൾ കുറേ ദിവസമായിട്ട് ഒടുക്കത്തെ മടിയാണ്. മര്യാദയ്ക്ക് നനങ്ങാൻ പോലും എനിക്ക് മടിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞ് എന്നെ പിടിച്ചിരുത്തി ഇപ്പോൾ റെക്കോർഡിങ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ കേടാന്ന് എനിക്കൊരു ഐഡിയ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ ട്രൈ ചെയ്യാം ഇനി തൊട്ട്. കാരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഇടത്തില്ല. ആ കണക്കായാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സ്റ്റോറിയിലേക്ക് കടക്കാം. സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ് കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ ഹീറോ ആയ ജോയിനെയാണ്. ജോ ഒരു സ്റ്റാൻഡിനാണ്. സ്റ്റാൻഡിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു മൂവിയിലിപ്പോൾ ഹീറോ അല്ലെങ്കിൽ വില്ലൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ ഫൈറ്റ് സീനോ സ്റ്റണ്ട് സീനോ വരുവാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിൽ അഭിനയിക്കുന്ന ആ ഒരു ആക്ടറിന് പകരം ആ ഒരു സീൻ ചെയ്യുന്ന അയാളെയാണ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ മൂവിയിൽ വരുമ്പോഴത്തേക്കും അയാളുടെ സ്ഥാനത്ത് നമ്മുടെ നായകൻ്റെ മുഖമായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റാൻഡിനായിട്ട് നിൽക്കുന്ന ഒരാളാണ് ജോ. ഇപ്പോൾ ജോ ആണെങ്കിൽ ഒരു സ്റ്റണ്ട് സീൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിന് അവനൊരു കോൾ വരുന്നുണ്ട്. അവനെ വിളിക്കുന്നത് മിങ് ആണ്. മിങ് നമ്മുടെ ഈ സീരീസിലെ അടുത്ത ഹീറോയാണ്. മിങ് ജോയിനെ വിളിച്ചിട്ട് ജോ നീ ഇപ്പോൾ ഇത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിന് ജോ ആണെങ്കിൽ തിരിച്ച് മിങ്ങിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും മിങ്ങിൻ്റെ തിരിച്ചുള്ള സംസാരമൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ജോ കോൾ കട്ട് ചെയ്യാണ്. അതിനുശേഷം ഡയറക്ടർ എല്ലാവരും സീനിന് റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ ജോ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റണ്ട് സീനിന് വേണ്ടിയിട്ട് ബൈക്കിൽ കയറിയിരിക്കുകയാണ്. ഈ ഒരു ടൈമിന് അവൻ സ്റ്റണ്ട് ചെയ്യാൻ പോകുന്നുണ്ട് തന്നെ ഒരുപാട് സേഫ്റ്റി പ്രോട്ടോകോൾസ് ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ബോഡിയിൽ ഇവരാണെങ്കിൽ ഒരു ക്ലിപ്പ് ഇങ്ങനെ ഘടിപ്പിക്കുന്നുണ്ട്, അതായത് ഇവന് ബാലൻസ് കിട്ടാനായിട്ട്. അങ്ങനെ ഡയറക്ടർ ജോയിൻ്റെ അടുത്ത് റെഡിയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ജോ റെഡിയാണെന്നൊക്കെ പറയാണ്. അങ്ങനെ ആക്ഷൻ പറഞ്ഞതും അവൻ ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് ഓട്ടിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഓട്ടിച്ച് നല്ല സ്പീഡിനെത്തി കഴിയുമ്പോഴത്തേക്കും ഇനി ബൈക്ക് ഒന്ന് വളയ്ക്കേണ്ട ഒരു സീനുണ്ട്. അങ്ങനെ ഒരു ബൈക്ക് ഇങ്ങനെ വളയ്ക്കുന്ന ടൈമിന് പെട്ടെന്ന് അവനിൽ കണക്ട് ചെയ്തിരുന്ന ആ ഒരു ക്ലിപ്പ് പൊട്ടിപ്പോവാണ്. അതിലായിരുന്നു അവൻ ഫുൾ ബാലൻസ് ഉണ്ടായിരുന്നത്. ഇവനിങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന തൊട്ട് സൈഡിൽ ഒരു വലിയ കൊക്കയാണ്. അങ്ങനെ ഇത് ക്ലിപ്പ് പൊട്ടിയതും സ്പോട്ടിൽ തന്നെ ഇവൻ ആ കൊക്കയിലേക്ക് വീഴാണ്. ഇത് കണ്ടപ്പോൾ എല്ലാവരും ഷോക്കായിട്ട് പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത് ക്ലിപ്പ് പൊട്ടിപ്പോയി ചെന്ന് നോക്കാനായിട്ട് പറയുന്നുണ്ട് അവനെ. ഈ ഒരു ടൈമിന് ജോ കൊക്കയിലേക്ക് വീഴാണ്. ആ ഒരു ടൈമിന് ജോ ഒരു വോയിസ് ഓവർ കേൾപ്പിക്കുന്നുണ്ട്. ജോ ആണെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഞാൻ എപ്പോഴൊക്കെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നോ അപ്പോഴെല്ലാം എന്തെങ്കിലും ഒന്ന് എന്നെ വീണ്ടും പഴയതുപോലെ ഇരുട്ടിലേക്ക് തന്നെ കൊണ്ടിടൂന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജോ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്നതാണ്. അവനിങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ അമ്മയാണെങ്കിൽ മോനെന്നെ എഴുന്നേറ്റോ, എത്ര നേരം ഇങ്ങനെ നോക്കിയിക്കുക, അവസാനം നീ കണ്ണ് തുറന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജോയിനെ ഇങ്ങനെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. ഈ ഒരു ടൈമിന് ജോ ആണെങ്കിൽ സോറി നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിന് അവരാണെങ്കിൽ മോനെ നിനക്കെന്നെ ഓർമ്മയില്ലേ, ഞാൻ എൻ്റെ അമ്മയാന്ന് പറയാണ്. ആ ടൈമിന് ജോ അവരെ ഇങ്ങനെ ഞെട്ടിയൊന്ന് നോക്കിയ ശേഷം അമ്മയോ, എൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് നമ്മുടെ ജോയ്ക്ക് ബോധം വന്നിട്ട് അവൻ്റെ അമ്മയാണെങ്കിൽ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനിപ്പോൾ ബോധം വന്നതല്ലേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും ഒന്ന് റീവൈൻഡ് ചെയ്ത് ഓർത്തെടുക്കാൻ ടൈം എടുക്കും, 2 വർഷത്തെ കോമയിൽ കിടന്ന ശേഷം അവനിപ്പോൾ എണീറ്റല്ലേ എന്ന് പറയാണ്. അതായത് ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഇതിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് അവൻ കണ്ണു തുറന്ന സീനായിരുന്നു നമ്മൾ കണ്ടത്. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞ് കേട്ടപ്പോഴത്തേക്കും ജോ ആണെങ്കിൽ 2 വർഷം കോമയെന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഷോക്കാവുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവനാണെങ്കിൽ ഇല്ല എനിക്കെല്ലാം ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ആൾ മാറി പോയതാണെന്നോ തോന്നുന്നതെന്നൊക്കെ പറയാണ്. പക്ഷേ ഡോക്ടറാണെങ്കിൽ അതൊരു പക്ഷേ അവർ 2 വർഷത്തിന് ശേഷം കണ്ണു തുറന്നുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്തെടുക്കാൻ ടൈം എടുക്കുന്നുണ്ട് അവനിങ്ങനെ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജോയുടെ അമ്മയുടെ അടുത്ത് നിങ്ങൾ എൻ്റെ ഓഫീസിലേക്കൊന്ന് വരണം, ഇവൻ്റെ ചെക്കപ്പിൻ്റെ ഫയലെല്ലാം ഒന്ന് കൊണ്ടുവരണമെന്ന് പറയാണ്. അങ്ങനെ ഡോക്ടർ അങ്ങോട്ടേക്ക് നടന്നു പോയതും ജോയിൻ്റെ അമ്മ നീ ഇവിടെ കിടക്ക് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാണ്. ആ ടൈമിൽ ജോ ആണെങ്കിൽ ഇതെന്താ സംഭവം എന്ന രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് കിടന്ന ശേഷം തൊട്ടടുത്തുള്ള ആ ഒരു കുഞ്ഞ് കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കുന്ന ടൈമിന് ആ കണ്ണാടിയിൽ കണ്ടത് ജോയുടെ മുഖമല്ല, പകരം ജോ എന്ന് പേരിലുള്ള മറ്റൊരു പയ്യൻ്റെ മുഖമാണ്. അപ്പോഴാണ് അവന് മനസ്സിലായത് ആക്ച്വലി ആ ഒരു സ്ത്രീക്ക് ആൾ മാറിപ്പോയതല്ല, ഇത് ആ സ്ത്രീയുടെ മകൻ തന്നെയാണ്. പക്ഷേ ആ സ്ത്രീയുടെ മകൻ്റെ ദേഹത്ത് തൻ്റെ ആത്മാവാണ് ഇപ്പോൾ ഉള്ളതെന്ന് ജോയ്ക്ക് മനസ്സിലാവാണ്. അങ്ങനെ ജോ എല്ലാം കൂടെ അറിഞ്ഞിട്ട് ഫുൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജോ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നതാണ് അവൻ്റെ ബെഡിൽ. ആ ഒരു ടൈമിൽ നേഴ്സ് വന്ന് അവനെ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അമ്മയുടെ അടുത്ത് ഇപ്പോൾ അവൻ കുറേ കൂടെ ഓക്കെ വരുന്നുണ്ട്, ഇനി ഉടനെ തന്നെ ഡിസ്ചാർജ് ആവാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചെല്ലാണ്. ഈ ഒരു ടൈമിൽ ജോ ആണെങ്കിൽ
ഈ ഒരു പക്ഷേ ഈ ഒരു സ്ത്രീയുടെ മകൻ മരിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൻ്റെ ബോഡിയിൽ അവൻ്റെ ആത്മാവിന് പകരം എൻ്റെ ആത്മാവ് കയറിയത്. പക്ഷേ അവരുടെ മകൻ മരിച്ചുപോയ കാര്യം അവർക്ക് ഇതുവരെയായിട്ട് അറിയത്തില്ലല്ലോ. അവരുടെ മകൻ്റെ പേരും എൻ്റെ പേര് പോലെ ജോയ് എന്ന് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ അവൻ്റെ ആത്മാവ് ഇനി എൻ്റെ ദേഹത്ത് കാണോ, ആത്മാക്കൾ മാറിക്കേറിയതായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ അങ്ങോട്ടേക്ക് ഊട്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ വരാണ്. ഇയാളുടെ അച്ഛനെ നമ്മുടെ ജോ അടക്കുന്ന ബെഡിൻ്റെ തൊട്ടടുത്തുള്ള ബെഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഊട്ടിൻ്റെ അച്ഛനും കുറേ നാളോട് അഡ്മിറ്റഡ് ആണ്. അപ്പോൾ 2 വർഷമായിട്ട് നമ്മുടെ ജോ ഈ ഒരു ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഊട്ടിന് നമ്മുടെ ജോയുടെ അമ്മയ്ക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ ടൈമിന് ഊട്ടാണെങ്കിൽ 2 വർഷത്തെ കോമയ്ക്ക് ശേഷം ഇവൻ എഴുന്നേറ്റെന്ന് നേഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് വിശ്വാസമായെന്ന് പറയാണ്. അങ്ങനെ ഊട്ട് നമ്മുടെ ജോയിയോട് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ജോയ്ക്ക് ഊട്ടിനെ നേരത്തെ അറിയാം. അതായത് നമ്മുടെ ഈ ആത്മാവുള്ളിലുള്ള നമ്മുടെ റിയൽ ജോയ്ക്ക് ഊട്ടിനെ നേരത്തെ അറിയാം. ആ ഒരു ടൈമിന് ഊട്ടുമായിട്ട് നേരത്തെ മീറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഫ്ലാഷ് ബാക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ഊട്ടാണെങ്കിൽ എനിക്കും ജോയ് എന്ന പേരുള്ളൊരു പയ്യനെ പരിചയം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അവൻ നിന്നെക്കാൾ 1-2 വയസ്സ് മൂത്തതാണെന്നാണെന്ന് പറയാണ്. അവൻ ഉദ്ദേശിച്ചത് നമ്മുടെ റിയൽ ആയിട്ടുള്ള ഈ ഒരു ജോയിനെയാണ്. അപ്പോൾ അത് മനസ്സിലായിട്ട് ജോ ആണെങ്കിൽ ആ പയ്യൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ഊട്ട് 2 വർഷം മുമ്പ് അവനൊരു ആക്സിഡൻറ്റ് പറ്റി ഒരു കൊക്കയിൽ അവൻ താഴേക്ക് വീണു. അവനെ ഇതുവരെയായിട്ട് കണ്ടെത്താൻ സാധിച്ചില്ല. ഇവൻ്റെ ബോഡി ഇതുവരെയായിട്ട് കിട്ടിയില്ല. പക്ഷേ ഭാഗ്യത്തിന് നീ ഇപ്പോൾ ഉണർന്നല്ലോ, അത് തന്നെ മഹാകാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിലാണ് ജോയ്ക്ക് തൻ്റെ ബോഡി ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഓൾറെഡി ഷോക്കായിട്ടിരിക്കുന്ന ജോ കുറേ കൂടെ ഷോക്കാവാണ്. അതിനുശേഷം കാണിക്കുന്ന 1 മന്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ജോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിരിക്കുകയാണ്. അങ്ങനെ അവനും അവൻ്റെ അമ്മയും കൂടെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിന് ഊട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങൾ ഡിസ്ചാർജ് ആയോ, എൻ്റെ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾ 2 വീട്ടിൽ കൊണ്ട് വിടാമെന്ന് പറയാണ്. ആ ടൈമിന് നമ്മുടെ ജോയുടെ അമ്മ, അവരുടെ പേര് ഇങ്ങെന്നാണ്. ഇങ്ങാണെങ്കിൽ ഊട്ടിൻ്റെ അടുത്ത് അതൊന്നും വേണ്ട, ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഊട്ട് എന്ത് ബുദ്ധിമുട്ട്, ഞാൻ പുറത്തു പോകുന്ന ടൈമിന് എൻ്റെ അച്ഛനെ നിങ്ങളല്ലേ നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്, അവരിങ്ങനെ ഇത്രയും ചെയ്തു തരണ്ടേന്ന് പറഞ്ഞിട്ട് അയാൾ കൊണ്ടുവിടാന്ന് പറയാണ്. അങ്ങനെ സമ്മതിച്ചിട്ട് പോകാൻ നിൽക്കുന്ന ടൈമിന് അവിടെ ചുമരിലായിട്ട് ഒരു പരസ്യത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെ കുറേ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കാണ്. ആ പരസ്യത്തിൻ്റെ പോസ്റ്ററിൽ ഒരു പയ്യൻ്റെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ ആ ഒരു പയ്യനെ കണ്ടിട്ട് ജോ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു പയ്യനാണ് മിങ്. നമ്മുടെ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ ജോയിന് കോൾ ചെയ്തില്ലേ മിങ്, നമ്മുടെ ഈ സീരീസിലെ അടുത്ത ഹീറോ, അതായിരുന്നു അവൻ. അങ്ങനെ അവനെ കണ്ടിട്ട് ജോ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ ഒരു ടൈമിന് ജോ ഇങ്ങനെ ആ പടത്തിലേക്ക് നോക്കുന്ന കണ്ടിട്ട് ഒട്ടും ഇങ്ങും കൂടെ ആയിട്ട് ആ ഒരു പിക്ചറിലേക്ക് നോക്കുന്നുണ്ട്. അതിനുശേഷം ഉട്ടാണെങ്കിൽ ജോയിൻ്റെ അടുത്ത് നിനക്ക് ഈ പയ്യനെ പരിചയം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ഉട്ടാണെങ്കിൽ ആ പയ്യനെ പരിചയം കാണത്തില്ല, അവനിപ്പോൾ മോഡലിങ് ചെയ്യാൻ കയറിയിട്ട് 6 മാസമായിട്ടല്ലേ ഉള്ളൂ. ജോ ആണെങ്കിൽ അവനെ ഒരു പരിചയപ്പെട്ടിട്ടുണ്ടാവത്തില്ല എന്ന് പറയാണ്. നമ്മുടെ ഈ ആത്മാവ് ആയിട്ടുള്ള നമ്മുടെ ജോയും ഈ ബോഡി ഉള്ള ജോയും, അതായത് ആ ഒരു അമ്മയുടെ മകനായിട്ടുള്ള ജോയും, ഇവർ 2 മാറ്റി വിളിക്കാനായിട്ട് 2 പേര് വേണ്ടി വരും. കാരണം പറയുന്ന ടൈമിൽ എനിക്കും കൂടെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഒരു പക്ഷേ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും കൺഫ്യൂഷൻ ആയേക്കാം. അത് ഡാർക്കേജിൽ എന്തെങ്കിലും ഒരു പേരിട്ടാണെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള ജോയിനെ നമുക്ക് ജോയി എന്ന് തന്നെ വിളിക്കാം. പക്ഷേ മറ്റേ ജോയിക്ക് പറയാനായിട്ട് എന്തെങ്കിലും ഒരു പേര് അരയിലൊക്കെ സംഘടിപ്പിച്ചൊന്ന് പറഞ്ഞു തരണം. ഇല്ലെങ്കിൽ ആകെ ഞാനും കൂടെ കുഴഞ്ഞു. ഇപ്പം തന്നെ ഞാൻ എത്ര വർഷം കട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ ഒരു അമ്മയുടെ മകനായിട്ടുള്ള ആ ഒരു ജോ, അവൻ ആക്ച്വലി ഒരു മോഡലാണ്. അപ്പോൾ 2 വർഷം മുമ്പ് അവനൊരു ആക്സിഡൻറ്റ് പറ്റി കോമയിലാവുന്നതിന് മുമ്പ് വരെ അവൻ മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 മാസമായിട്ടേ ഉള്ളൂ മിങ് മോഡലിങ്ങിൽ കയറിയിട്ട്. അതുകൊണ്ട് തന്നെ അവനെ പരിചയപ്പെട്ടിട്ടുണ്ടാവത്തില്ല എന്ന് ഊട്ടിങ്ങനെ പറയാണ്. ആ ഒരു ടൈമിന് നമ്മുടെ ഇങ്ങാണെങ്കിൽ ഊട്ടിൻ്റെ അടുത്ത് നിനക്ക് ആ പയ്യനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ഊട്ട് എനിക്കവന് നല്ല പരിചയമുണ്ടെന്ന് പറയാണ്. അതിനുശേഷം അവരങ്ങ് നടന്നുമാണ്. പോകുന്ന ടൈമിൽ നമ്മുടെ ജോ ആണെങ്കിൽ മിങ്ങിൻ്റെ ഫോട്ടോയിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇവരാണെങ്കിൽ നേരെ നമ്മുടെ ജോയിയുടെ വീട്ടിലേക്ക് വരുന്നതാണ്. നമ്മുടെ യഥാർത്ഥ ജോയിക്ക് ഈ ഒരു സ്ഥലമൊന്നും അറിയത്തില്ല. കാരണം അവൻ അവരുടെ മകനല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനിങ്ങനെ പോകുന്ന ടൈമിൽ ഇങ്ങനെ ചുറ്റിയെല്ലാം നോക്കിയാണ് പോകുന്നത്. അങ്ങനെ വീട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞതും ഇങ്ങാണെങ്കിൽ ഊട്ടിൻ്റെ അടുത്ത് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഊട്ട് കുഴപ്പമില്ല, ആക്ച്വലി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഈ ഒരു ടൈമിൽ ജോയിയുടെ അടുത്ത് നീ മുഴുവനായിട്ട് റിക്കവറായി കഴിയുമ്പോഴത്തേക്കും നിനക്കൊരു ജോലി വേണമെങ്കിൽ നീ എന്നെ കോൾ ചെയ്താൽ മതി, എനിക്ക് സ്വന്തമായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് കമ്പനി ഉണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചെല്ലാണ്. അതിനുശേഷം അന്ന് രാത്രി ജോ ആണെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് അവനിങ്ങനെ കൊക്കയെന്ന് വീണതും അവൻ്റെ ബോഡി കാണാതായതും അതിനെപ്പറ്റിയുള്ള ന്യൂസൊക്കെ നോക്കുന്നതാണ്. നോക്കുമ്പോൾ ഒരു ന്യൂസും തന്നെ കിട്ടുന്നില്ല. ആ ടൈമിൽ അവനാണെങ്കിൽ എന്നെക്കുറിച്ചുള്ള ഒരൊറ്റ ന്യൂസ് പോലും വരാത്ത എന്താ, ഞാൻ കൊക്കയിൽ നിന്ന് മരിച്ചതല്ലേ, എന്നിട്ട് എൻ്റെ ന്യൂസ് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബോഡി ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞിട്ടിട്ട്. പക്ഷെ ഒന്നും തന്നെ കിട്ടുന്നില്ല. ഈ ഒരു ടൈമിന് അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ടൈമിന് ഇവന് ഫുഡൊക്കെ ഇങ്ങനെ സ്പൂണിലിങ്ങനെ വാരി കൊടുക്കുകയാണ്.
എന്നിട്ട് ജോയോട് നീ മുഴുവനായിട്ട് റിക്കവർ ആവണവരെ നീ ജോലിക്കൊന്നും പോകണ്ടെന്നാണ് ഞാൻ പറയുന്നതെന്ന് അമ്മ പറയാണ്. ആട്ടേനും ജോ ആണെങ്കിൽ അല്ല അമ്മ, പക്ഷേ അമ്മയുടെ സേവിങ്സ് എല്ലാം വെച്ചിട്ട് ഈ ഒരു 2 വർഷം ഹോസ്പിറ്റലിൽ എല്ലാ കാര്യവും നോക്കിയിട്ട് എന്നെ നന്നായിട്ട് ചികിത്സിച്ചില്ലേ. അപ്പോൾ പിന്നെ ഇനി തൊട്ട് ഞാൻ ജോലിക്ക് പോയിട്ട് അമ്മയെ നോക്കാമെന്ന് പറയുന്നുണ്ട്. ആട്ടേൻ്റെ അമ്മയാണെങ്കിൽ നമ്മൾ മുമ്പ് ഇതിനേക്കാളും വലിയൊരു വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ റിട്ടയറായിട്ടും എൻ്റെ സേവിങ്സ് എല്ലാം ഞാൻ എങ്ങനെയൊക്കെയോ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചല്ലേ, എനിക്ക് ഒരു വിഷമമില്ല, എനിക്ക് നിന്നെ തിരിച്ചു കിട്ടില്ല, എനിക്ക് അത് മതി എന്ന് പറയാണ്. ആട്ടേനും ജോ ആണെങ്കിൽ എന്നെ രക്ഷിച്ചതിന് താങ്ക്സ്, ഇനി തൊട്ട് അമ്മേനെ ഞാൻ നോക്കിക്കോളാം ഇറങ്ങിയിട്ട് അവിടെ ഒരു ഹഗ് ചെയ്യാണ്. ഇവരുടെ നമ്മുടെ ജോ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലാപ്ടോപ്പ് ആ ഒരു അമ്മയുടെ മകൻ്റെ ആയിരുന്നു. അപ്പോൾ അതിലാണെങ്കിൽ അവൻ്റെ അമ്മയും അവൻ ഒരുമിച്ചിരിക്കുന്ന ഒരു വാൾപേപ്പർ ആയിരുന്നു സ്ക്രീനായിട്ട് കൊടുത്തിരുന്നത്. അത് നമ്മളെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന നേരത്തെ തന്നെ ജോലിയുടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് വുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വുട്ടിനെ കോൺടാക്ട് ചെയ്തിട്ട് ആ വുട്ടിൻ്റെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കമ്പനിയിലേക്ക് ചെല്ലാണ്. കേട്ടോ അതിന് വുട്ട് എൻ്റെ എൻ്റർടൈൻമെൻറ്റ് അത്ര വലുതൊന്നും അല്ല, എന്നാലും നമ്മൾ മൂവീസൊക്കെ ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഫോട്ടോഗ്രാഫി എല്ലാം ഉണ്ട്. നമ്മുടേതായ സ്വന്തമായിട്ടുള്ള സ്റ്റാൻഡിൻ ആക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ജോലി സ്റ്റാൻഡിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ സ്റ്റാൻഡിൻ ആക്ടേഴ്സൊക്കെ നമുക്കുണ്ട്. ഞാനും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡിൻ ആക്ടർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജോയുടെ ഓഫീസിനകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ എല്ലാവരുടെ അടുത്ത് ഹായ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ വുട്ടിൻ്റെ ഓഫീസ് റൂമിൻ്റെ അകത്തേക്ക് ചെന്നിരുന്നിട്ട് ഇവരുടെ സംസാരിച്ചു തുടങ്ങാം. ആ സമയം ജോ ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഒരുമിച്ച് നിന്ന് എടുത്ത ഒരു ഫോട്ടോ കാണാണ്. ആക്ച്വലി ജോ ഒരു സ്റ്റാൻഡിനാണെന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി ഇത് തന്നെയാണ്, ഇതാണ് അവൻ്റെ കമ്പനി, ഇവിടെ ഉള്ളവരെല്ലാവരും അവനെ നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ മറ്റൊരാളുടെ ബോഡിയിലായതുകൊണ്ട് തന്നെ ആർക്കും അവനെ കണ്ടാൽ തിരിച്ചറിയാത്തതാണ്. അങ്ങനെ ആ ഒരു ഫോട്ടോ നോക്കാണ്. ഈ ഒരു ഫോട്ടോയിൽ നമ്മുടെ ജോയും ഉണ്ട്. ആ സമയം ജോ ഈ ഫോട്ടോ ശ്രദ്ധിക്കുന്ന കണ്ടിട്ട് വുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഫ്രണ്ടായിട്ടൊരു ജോ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടെന്ന്, ആ നിൽക്കുന്നത് അവനാണ് ഇവിടുത്തെ വൺ ഓഫ് ദ എന്നല്ല, അവനായിരുന്നു ഇവിടുത്തെ ബെസ്റ്റ് സ്റ്റാൻഡിൻ ആക്ടറും സ്റ്റൺമാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോ ആണെങ്കിൽ താനാണെന്ന് തുറന്ന് പറയാതെ പറ്റാതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ജോ ആണെങ്കിൽ എനിക്ക് ഇവിടുത്തെ ബിഹൈൻഡ് ദ സീൻസിലും ക്രൂവിലും എന്തെങ്കിലും ഒരു വർക്ക് തന്നാൽ മതി എന്ന് പറയാണ്. ഈ ടൈം അത് ഒരു വുട്ടാണെങ്കിൽ പക്ഷേ നിൻ്റെ അമ്മ നിനക്കൊരു സെലിബ്രിറ്റി ആവാനാണ് ഇഷ്ടമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഇപ്പം എന്താ നീ ബിഹൈൻഡ് ദ സീൻസിൽ വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ജോ ആണെങ്കിൽ അത് പിന്നെ എനിക്കിപ്പോൾ അതിൽ വർക്ക് ചെയ്താൽ മതി എന്ന് തോന്നുവാന്ന് പറയാണ്. അങ്ങനെ വുട്ടാണെങ്കിൽ എങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങളൊരാൾ അന്വേഷിക്കുന്നുണ്ടെന്ന് വുട്ടിനോട് പറയാണ്. ആ ടൈമിലാണ് വുട്ട് അയ്യോ ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ജോയിനെ ആ ഒരു സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്ന ആ ക്രൂവിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറയാണ്. അങ്ങനെ വുട്ട് അവിടെ നിന്ന് പോയതും ആ ഒരു പയ്യൻ ജോയിനെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ, അതായത് ഈ സെറ്റും കാര്യങ്ങളും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്ന ടീം, അവരുടെ അടുത്തേക്കാണ് വർക്കിന് കൊണ്ടുപോയത്. അങ്ങനെ അവിടെ ചെന്നിട്ട് പരിചയപ്പെടുന്ന ടൈമിന് ആ ഒരു ടീമിൻ്റെ ലീഡറായിട്ടുള്ള ആൾ, അയാളുടെ പേരും ജോ എന്നാണ്. അങ്ങനെ നമ്മുടെ ഈ ജോയും പരിചയപ്പെടുവാണ്. ആ ടൈമിന് അയാളാണെങ്കിൽ ഇവിടെ മുമ്പ് ജോ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡിൻ്റെ ആയിട്ടൊരു പയ്യന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെയും പേര് സെയിം ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേര് മാറ്റി ജോജോ എന്നാക്കിയതാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പേര് നീ വന്നതുകൊണ്ട് ജോജോ എന്നാക്കേണ്ടി വരും എന്ന് പറയാണ്. നമ്മുടെ ജോയിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അതിനുശേഷം ജോയിനോട് നീ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ജോ ഇല്ല എന്ന് പറയാണ്. എന്നാൽ അവന് വർക്ക് കൊടുത്തപ്പോഴത്തേക്കും അവൻ ചറവറ ചെയ്യുന്നുണ്ട്. കാരണം അത് അവൻ്റെ കമ്പനിയാണ്, അവൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയാണ്. അപ്പോൾ അവനിങ്ങനെ ഒരു പരിചയമില്ല എന്ന് പറഞ്ഞിട്ടും ഇത്ര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടിട്ട് ജോജോ അവൻ്റെ അടുത്ത് നീ ഇതിനുമ്പ് വർക്ക് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈം അവനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടം മുമ്പ് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് ജോജോ എങ്കിൽ ഓക്കെ ഇനി നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറയാണ്. എന്നിട്ട് ജോജോ ആണെങ്കിൽ എൻ്റെ വൈഫിൻ്റെ കുക്കിംഗ് അടിപൊളിയാണ്, എൻ്റെ വൈഫിൻ്റെ ഫുഡ് ഞാൻ നിനക്ക് ഷെയർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ജോയുടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് തന്നെ നമ്മുടെ ജോജോയുടെ വൈഫിൻ്റെ ഫുഡൊക്കെ അവനറിയാം. അതുകൊണ്ട് പെട്ടെന്ന് അവൻ്റെ വായിന്ന് അറിയാതെ ഞാൻ കഴിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വൈഫ് ഉണ്ടാക്കുന്ന നൂഡിൽസ് അടിപൊളിയാണല്ലോ എന്ന് പറയാണ്. ഇതായിട്ട് ജോജോ അതങ്ങനെ നിനക്കറിയാം, നീ ഇവിടെ പുതിയതായിട്ട് ഈ കമ്പനിയിൽ വന്നതല്ലേ എന്ന് പറയാണ്. പെട്ടെന്ന് ജോ ആണെങ്കിൽ അറിയാതെ അല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല, അത് പിന്നെ കുറച്ച് പേര് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു നിങ്ങളുടെ വൈഫ് അടിപൊളി കുക്കാണെന്ന്, അത് കേട്ടിട്ട് പറഞ്ഞതാന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നേരത്തെ നമ്മുടെ ജോയിനെ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവിട്ട ആ ഒരു പയ്യൻ വന്നിട്ട് ഒരു പ്രശ്നമുണ്ട്, മിങ്ങിന് അവൻ്റെ ആഡ് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നാളത്തെ ഷൂട്ടിംഗ് ഇന്നത്തേക്ക് മാറ്റി, അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് വീട്ടിൽ പോകാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറയാണ്. ഇതായിട്ട് അവിടെ ഇന്ന് വർക്കിൽ ഇന്നൊരു പെൺകുട്ടി മിങ്ങിൻ്റെ ഷൂട്ടിംഗ് ഇന്നാണോ, ഞാൻ മിങ്ങിൻ്റെ വളരെ വലിയൊരു ഫാനാണ്, ഞാൻ പോയി കുറച്ച് മേക്കപ്പ് ഇട്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് ചെല്ലാണ്. ഈ മിങ്ങിൻ്റെ പേര് കേട്ടത് നമ്മുടെ ജോ ആണെങ്കിൽ നല്ലപോലെ ടെൻഷനാവുന്നുണ്ട്. അങ്ങനെ മിങ്ങിൻ്റെ ഷൂട്ടിംഗ് ഇന്നാണ്, മിങ്ങിനെ താൻ കാണേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജോ ആണെങ്കിൽ പെട്ടെന്ന് എനിക്കെന്താ വയ്യാത്ത പോലെ തോന്നുന്നു, ഞാൻ വീട്ടിലേക്ക് പൊക്കോട്ടെ എന്ന് നോക്കിയാണ്. ഇതായിട്ട് ജോ നീ ഇപ്പോൾ കോമയെന്ന് വന്നതേ ഉള്ളൂ എന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, അതുകൊണ്ട് നിനക്ക് ഇനി റിക്കവർ ആവാണ്ടല്ലോ, നീ വീട്ടിലേക്ക് പൊക്കോളാൻ പറയാണ്. അങ്ങനെ ജോ അവരടുത്ത് പറഞ്ഞിട്ട് നേരെ നടന്ന് ലിഫ്റ്റിലേക്ക് കയറാണ്. അങ്ങനെ ലിഫ്റ്റിൽ കയറാൻ ഇങ്ങനെ നിന്ന് പോകുന്ന ടൈമിന് ഒരു ഫ്ലോർ എത്തിയിട്ട് ലിഫ്റ്റ് ഓപ്പൺ ആവുകയാണ്. ഓപ്പൺ ആയതും നമ്മുടെ ലിഫ്റ്റിൻ്റെ വെളിയിലായിട്ട് മിങ്ങ് നിൽക്കുകയാണ്.
മിങ്ങും അങ്ങനെ ലിഫ്റ്റിൻ്റെ അകത്തേക്ക് കയറാണ്. നമ്മുടെ മിങ്ങിനെ കണ്ടതും ജോ ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജോ ആണെങ്കിൽ മറ്റൊരു ജോയുടെ ദേഹത്തായതുകൊണ്ട് തന്നെ നമ്മുടെ ജോയിനെ കണ്ടിട്ട് മിങ്ങിന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് മിങ്ങ് സാധാരണ പോലെ നിൽക്കുന്നുണ്ട്, ഒരു സ്ട്രേഞ്ചറിനെ കണ്ട കണക്കിന്. എന്നാൽ ജോയുടെ ഉള്ളിൽ അവൻ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. അങ്ങനെ അടുത്ത് ഫ്ലോർ ഓപ്പൺ ആയതും അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ അവൻ ഇറങ്ങിയതും മിങ്ങ് ജോയുടെ കയ്യിൽ പിടിച്ചവനെ തടയാണ്. പെട്ടെന്ന് ജോ ആണെങ്കിൽ ഒരു പറയുന്നതായിട്ടൊരു വോയിസ് ഓവർ കേൾപ്പിക്കുകയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഫീലിങ് ഇപ്പം വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയെന്ന് പറയാണ്. ഈ ഒരു ടൈമിനാണെങ്കിൽ അവർ രണ്ടുപേരും മുമ്പ് മീറ്റ് ചെയ്തതിൻ്റെ ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്ക് എങ്ങനെയാണ് കാണിക്കുന്നുണ്ട്. അത് കാണിച്ചിട്ട് വീണ്ടും നമ്മുടെ ഇവരെ കാണിക്കുമ്പോൾ മിങ്ങ് ജോയുടെ അടുത്ത് നമ്മൾ ഇതിന് മുമ്പേ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ജോ ആണെങ്കിൽ ഇല്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് ആൾ മാറിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. എന്നാൽ മിങ്ങ് ജോയിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ മിങ്ങിന് നമ്മുടെ ജോയുടെ ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ അതിനുശേഷം 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കടക്കുകയാണ്. ജോയുടെ മിങ്ങിൻ്റെ സ്റ്റോറിയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ കാണിക്കുന്നത് നമ്മുടെ ജോ ആണെങ്കിൽ സ്റ്റാൻഡിനായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ടോങ് എന്ന് പറയുന്നൊരു ആക്ടറുണ്ട്. ഈ ഒരു ആക്ടറിൻ്റെ സ്റ്റാൻഡിനായിട്ടാണ് എപ്പോഴും മെയിനായിട്ട് അവൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്നത്. അതൊരു സൂപ്പർ സ്റ്റാർ ആക്ടറാണ്. സോ അയാളുടെ ഫൈറ്റ് സീൻസ്, സ്റ്റണ്ട് സീൻസ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജോ ആണ്. അപ്പോൾ നമ്മുടെ ടോങ്ങിൻ്റെ ഒരു ഫൈറ്റ് സീനിന് അഭിനയിക്കാനായിട്ട് നമ്മുടെ ജോയ്ക്ക് ഇങ്ങനെ മേക്കപ്പ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് ഇട്ട് കൊടുക്കുന്ന മറ്റാരുമല്ല, നേരത്തെ വിട്ടു പറഞ്ഞിട്ട് നമ്മുടെ ജോയിനെ ആ ഒരു സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനുള്ള ആ ഒരു ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടുവിട്ട ആ ഒരു പയ്യനാണ്. അങ്ങനെ നമ്മുടെ ജോ ആ സമയം ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈം ആ പയ്യനാണെങ്കിൽ നീ ഒന്നും മിണ്ടാതിരുന്നൊക്കെയാവും, ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് മേക്കപ്പ് ഇടാൻ പറ്റത്തില്ല, നിന്നെയും ടോങ്ങിനെയും ഒരുപോലെ ആക്കണ്ടേ, എന്നാലല്ലേ ഷൂട്ടിങ് ചെയ്തിട്ട് മുഖം മാറ്റുന്ന ടൈമിന് മനസ്സിലാകാതിരിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ അവരിങ്ങനെ ഇരിക്കുന്ന ടൈമിന് ആ ഒരു പയ്യൻ, അതായത് മേക്കപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന പയ്യൻ്റെ പേര് ഇമ്മെന്നാണ്. അങ്ങനെ ഇമ്മാണെങ്കിൽ നമ്മുടെ ജോയിയുടെ അടുത്ത് നിൻ്റെ മുഖം ഒഴിച്ച് ബാക്കി എങ്ങനെ നോക്കിയാലും നിന്നെ കാണാൻ ടോങ്ങിനെ പോലെ തന്നെ ഉണ്ടെന്ന് പറയാണ്. ആ ടൈമിന് നമ്മുടെ ജോ ആണെങ്കിൽ എഴുന്നേറ്റ് ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് അത്രയ്ക്ക് സാമ്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് മിങ്ങ് വരാണ്. നമ്മുടെ മിങ്ങ് നമ്മുടെ ജോ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവൻ്റെ മുഖം കാണാത്തതുകൊണ്ട് തന്നെ അത് ടോങ് ആണെന്ന് വിചാരിച്ചിട്ട് ജോയിനെ വന്നിട്ട് ടോങ് എന്നും പറഞ്ഞുകൊണ്ട് ഹഗ് ചെയ്യാണ്. ആ സമയമാണ് നമ്മുടെ മിങ്ങാണെങ്കിൽ നമ്മുടെ ജോയുടെ മുഖം കാണുന്നത്. അങ്ങനെ ആൾ മാറിപ്പോയെന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് അവൻ കൈയെടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ടോങ് എവിടെയും നോക്കിയാണ്. ആ ടൈമിന് ജോ ആണെങ്കിൽ ടോങ് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജോയിയുടെ അടുത്ത് നീ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അവൻ ഞാൻ ടോങ്ങിൻ്റെ സ്റ്റാൻഡിനായിട്ട് അഭിനയിക്കുന്ന ആളാന്ന് പറയാണ്. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ തിമിങ് അവിടെ നിന്ന് പോവാണ്. അവൻ പോയി കഴിഞ്ഞതും ഇമ്മാണെങ്കിൽ ഇപ്പം എന്താ സംഭവിച്ചത്, അവൻ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ഈ ടൈമിന് ജോ ആണെങ്കിൽ ചിലപ്പോൾ ടോങ്ങിൻ്റെ അല്ല കടുത്ത ആരാധകരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ടോങ്ങിൻ്റെ ആ ഒരു ഫൈറ്റ് സീന് നമ്മുടെ ജോ ഇങ്ങനെ ആക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ അതിൻ്റെ ഷൂട്ടിംഗ് കഴിയുന്ന ടൈമിന് അവൻ ഇങ്ങോട്ടേക്ക് വരാണ്. ഇത് ടൈമിൽ ആ ഷൂട്ടിംഗ് എന്നോട് മിങ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ആ സീൻ ഷൂട്ട് ചെയ്ത് കഴിക്കുന്നത് മിങ് അവിടെ നിന്ന് നടന്നു പോവാണ്. ഇവരുടെ എന്നോട് ടോങ് ഇതുവരെ ആയിട്ടും സെറ്റിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഡയറക്ടറാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ ടോങ് അഭിനയിക്കേണ്ട സീനുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സീനുകളും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അങ്ങനെ ടോങ് ഇതെപ്പോൾ വരുമെന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ടോങ് അങ്ങോട്ടേക്ക് വരുന്നത്. ടോങ് വന്നിട്ട് സോറി കുറച്ചൊന്ന് ലേറ്റായി പോകുമെന്ന് പറഞ്ഞിട്ട് ഡയറക്ടറിനോടൊക്കെ സംസാരിച്ച ശേഷം ജോയിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എത്ര സീൻ ഷൂട്ട് ചെയ്തെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ജോ ആണെങ്കിൽ ഫസ്റ്റ് സീൻ മാത്രമേ ഷൂട്ടായുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ടോങ് ഫസ്റ്റ് മാത്രമേ ഷൂട്ടായുള്ളൂ, അപ്പോൾ പിന്നെ സെക്കൻഡ് സീൻ ഷൂട്ട് ചെയ്യാൻ അതിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ ഇനിയും ടൈം എടുക്കൂലേ, അതറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു അരമണിക്കൂറോടെ കഴിഞ്ഞിട്ടേ വരുമായിരുന്നുള്ളൂ എന്ന് പറയാണ്. ഇതാരും കേൾക്കാതെ പതുക്കെ ജോയുടെ ചെവിയിലാണ് പറഞ്ഞത്. അതിനുശേഷം ടോങ് മേക്കപ്പ് ഇടാനായിട്ട് ഇമ്മിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ ടോങ് വന്നു കണ്ടിട്ട് മിങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് നിന്നിട്ട് ഞാൻ തിരിച്ചെത്തിയെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി മിങ് ഇത്രയും കാലം എബ്രോഡ് കോളേജിൽ പഠിക്കായിരുന്നു. അങ്ങനെ പെട്ടെന്ന് മിങ് തിരിച്ചു വന്നു കണ്ടിട്ട് ടോങ് ആണെങ്കിൽ നീ എപ്പോഴും തിരിച്ചെത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. ഇവർ ആക്ച്വലി പണ്ടേ അറിയാനുള്ള ഫ്രണ്ട്സാണ്. ആ ടൈമിന് അവനാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ, ഞാൻ നിന്നെ കാണാനായിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് ടോങ് ആണെങ്കിൽ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു എന്ന് പറയാണ്. ആ ടൈമിന് മിങ് ആണെങ്കിൽ ഒരിക്കൽ പോലും നീ എന്നെ കാണാൻ വരെ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് കാണാൻ വരാൻ പറ്റിയില്ല, പക്ഷേ മെയിൻ്റെ അടുത്ത് ഞാൻ നിനക്ക് തരാനായിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ആ ടൈമിന് മിങ് ആണെങ്കിൽ അതൊന്നും കൂട്ടാൻ പറ്റൂല, ഒരു കാര്യം ചെയ്യ് എന്നെ ഇന്ന് ഡിന്നർ കഴിക്കാൻ കൊണ്ടു, എങ്കിൽ പിന്നെ നിൻ്റെ അടുത്തുള്ള ദേഷ്യം ഞാനങ്ങ് മാറ്റാമെന്ന് പറയാണ്. ആ ടൈമിന് ടോങ് അത് പിന്നെ ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഷൂട്ടിങ് കഴിയുമ്പോൾ രാത്രിയാവുമെന്ന് പറയാണ്. ആ ടൈമിന് മിങ് അത് കേട്ട് കുറച്ചൊന്ന് വിഷമിക്കുന്നുണ്ട്. എന്നാൽ അത് പുറത്ത് കാണിക്കാതെ എങ്കിൽ ഓക്കെ എന്ന് പറയാണ്. ആ ടൈമിന് ടോങ് ആണെങ്കിൽ അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ നിന്നെ ഡിന്നർ കഴിക്കാൻ കൊണ്ടുപോകാമെന്ന് പറയാണ്. അതിനുശേഷം മിങ് അവിടെ നടന്നുവാണ്. ഈ മെയ് എന്ന് നേരത്തെ പറഞ്ഞത് മറ്റാരെയല്ല, നമ്മുടെ മിങ്ങിൻ്റെ ചേച്ചീനെയാണ്. ആക്ച്വലി നമ്മുടെ മിങ്ങിൻ്റെ ചേച്ചിയും ടോങ്ങും ഇഷ്ടത്തിലാണെന്നൊരു കണക്കിലാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ മിങ്ങിന് പക്ഷേ ടോങ്ങിന് ഇഷ്ടമാണ്, എന്നാൽ അത് ടോങ്ങിന് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടുമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ പോകുന്നത്. അങ്ങനെ
നമ്മുടെ ടോങ് തിരക്കിലാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മിങ് അവിടെ നേരെ പോവാണ്. അങ്ങനെ അവനാണെങ്കിൽ നേരെ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ടോങ്ങിനെ കാണാനായിട്ട് ഈ ഷൂട്ടിംഗ് സെറ്റ് വന്നുകൊണ്ട് തന്നെ അവൻ വന്ന ടൈമിന് കൊണ്ടുവന്ന ലഗേജ് എല്ലാം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ടാക്സി കിട്ടാനായിട്ട് അതിന് പുറത്ത് നിൽക്കുകയാണ്. രാത്രി ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിന് നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ജോ ആണെങ്കിൽ തിരിച്ചു പോവാണ്. ആ ടൈമിന് ജോ ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് വണ്ടി നിർത്തിയ ശേഷം മിങ്ങിനോട് വാ ഞാൻ നിന്നെ കൊണ്ടുവിടാന്ന് പറയുന്നുണ്ട്. മിങ് പക്ഷെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ജോ ആണെങ്കിൽ മഴ പെയ്യാൻ പോവാ, ഈ ടൈമിന് പിന്നെ ടാക്സി ഒന്നും കിട്ടത്തില്ല, വന്നോ ഞാൻ കൊണ്ടുവിടാന്ന് പറയാണ്. ആ ടൈമിന് ജോ ആണെങ്കിൽ ഇങ്ങനെ വിളിക്കുന്ന കണ്ടിട്ട് മിങ് ഓക്കെ വരാം, പക്ഷേ ഞാനൊരു ഫ്രണ്ടിൻ്റെ സ്ഥലത്താണ് പോകുന്നത്, അതുകൊണ്ട് നീ എന്നെ ലൈറ്റ് വെയ്റ്റ് സ്റ്റേഷനിൽ വിട്ടാൽ മതി എന്ന് പറയാണ്. ആ സമയം ഓക്കെ എന്ന് പറഞ്ഞ ശേഷം ആ വണ്ടിയിലേക്ക് കയറാണ്. അങ്ങനെ ഒരു പോവാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവരാണെങ്കിൽ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന ടൈമിന് ജോ ആണെങ്കിൽ മിങ് ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ടിട്ട് അവനോട് മിണ്ടാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ എൻ്റെ പേര് ജോ ആണ്, ഈ ടൈം ഇങ്ങനെ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മിങ് അത് കേട്ട് തലയാട്ടുന്നില്ല, തിരിച്ചൊന്നും പറയാനില്ല. ആ ഒരു ടൈമിന് നമ്മുടെ മിങ്ങിനെ ടോങ് വീഡിയോ കോൾ ചെയ്യാണ്. വീഡിയോ കോൾ ചെയ്തിട്ട് നീ ടാക്സിയിലാണോ എവിടെ പോകാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മിങ്ങാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് പറയാണ്. ആട്ടേനെ ടോങ് ഇപ്പം ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകണ്ട, നീ ഫസ്റ്റ് എൻ്റെ വീട്ടിലോട്ട് വാ, നീ തിരിച്ച് വന്നതല്ലേ അതിൻ്റെ പാർട്ടി തരാമെന്ന് പറയാണ്. ആട്ടേന് മിങ് നീ എന്നെ പറ്റിക്കുകയാണോ, നിനക്കല്ലേ ഇന്ന് ഷൂട്ടിംഗ് ഉണ്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞത്, പിന്നെ ഇപ്പോഴെന്താ പാർട്ടി എന്ന് പറഞ്ഞ് പെട്ടെന്ന് വന്നതെന്ന് വെച്ചപ്പോൾ ടോങ് നീ രാവിലെ തിരിച്ചെത്തിയത് എന്നോട് പറയാതെ എനിക്കൊരു സർപ്രൈസ് ഒന്നുമില്ലേ, അതുകൊണ്ട് നിനക്ക് ഞാൻ തിരിച്ചൊരു സർപ്രൈസ് തരുന്നതാണ്. നിൻ്റെ ചേച്ചി മെയ്യും ഞാനും കൂടെ ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിൻ്റെ ചേച്ചി രാവിലെ തന്നെ എല്ലാ ഡെക്കറേഷനും സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചേച്ചീനെ കാണിക്കുകയാണ്. ആ സമയം അവൻ്റെ ചേച്ചി ഇതാ നിനക്കിവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ വീഡിയോ കോളിലൂടെ കാണിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ മിങ് കോൾ കട്ട് ചെയ്യാണ്. ആ ടൈമിന് അവനാണെങ്കിൽ എന്തോ ഇതിനെ മനസ്സിൽ ആലോചിച്ചിട്ട് ജോയിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ തീരുമാനം മാറ്റി, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകണില്ല, വേറെ എവിടെയെങ്കിലും പോവാമെന്ന് പറയാണ്. ആട്ടിന് ജോ ആണെങ്കിൽ വേറെ എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് വെച്ചപ്പോൾ മിങ് എങ്ങോട്ടാണെങ്കിലും കുഴപ്പമില്ല എവിടെയെങ്കിലും പോകാമെന്ന് പറയാണ്. ആ സമയം നമ്മുടെ ജോ ആണെങ്കിൽ ഇതിപ്പോൾ എങ്ങോട്ട് പോകാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആട്ടിന് മിങ് സ്ഥലമൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് പറയാണ്. അങ്ങനെ അത് പറഞ്ഞു കേട്ടപ്പം നമ്മുടെ ജോ ആണെങ്കിൽ മിങ്ങിനൊന്ന് നോക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ജോ മിങ്ങിനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്ത് അവരിങ്ങനെ പോവുകയാണ്. ആക്ച്വലി നമ്മുടെ ജോ ആണെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ മുകളിലത്തെ നിലയിൽ ഇങ്ങനെ താമസിക്കാനായിട്ട് വീട് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. അങ്ങനെ അവരങ്ങോട്ട് കയറിപ്പോവാണ്. അപ്പോൾ നമ്മുടെ മിങ് ഇങ്ങനെ സ്ഥലമൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നോക്കി പോകായിരുന്നു. പെട്ടെന്ന് തന്നെ അറിയാതെ നമ്മുടെ ജോയുടെ ദേഹത്തും തട്ടാണ്. അങ്ങനെ തട്ടിയത് നമ്മുടെ മിങ് വീഴാൻ പോകുന്നുണ്ട്. ജോ ഉടനെ അവനെ പിടിച്ച് നിർത്തുന്നുണ്ട്. ഈ ഒരു ടൈമിൽ അവൻ്റെ ഐ കോണ്ടാക്റ്റ് ആവുകയാണ്. അപ്പം തന്നെ അവർ കിസ് ചെയ്യുന്നുണ്ട്. മീറ്റ് ചെയ്തിട്ട് അരമണിക്കൂറെങ്കിലും ആയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതിനുള്ളിൽ അവർ തമ്മിൽ അവിടെ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ കിസ് ചെയ്ത് വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഇവരിങ്ങനെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ബെഡിലേക്ക് ഇങ്ങനെ പോവാണ്. ആ ഒരു ടൈമിന് ഇവർക്ക് രണ്ടുപേർക്കും ടോപ്പ് ആവാനാണ് ആഗ്രഹം, ആർക്കും ബോട്ടം ആവാൻ താല്പര്യമില്ല. അങ്ങനെ ഇവരുണ്ടായിരുന്ന തമ്മിൽ ഞാൻ ടോപ്പ് ആവാമെന്നും പറഞ്ഞ് സംസാരം നടക്കുകയാണ്. ആരും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ അവരിങ്ങനെ ഇൻറ്റിമേറ്റ് ആയി തുടങ്ങിയത് അവിടെ വെച്ച് അങ്ങ് പൊളിയാണ്. അങ്ങനെ രണ്ടുപേരും അവിടെ ചുമ്മാ ബെഡ് ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അതിനുശേഷം മിങ് എങ്കിൽ ശരി ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് എണീക്കാൻ നിന്നപ്പോൾ ജോ ആണെങ്കിൽ ഇതുവരെയായിട്ട് മഴ മാറിയിട്ടില്ല, നീ മഴ മാറുന്നവരെ ഇവിടെ നിൽക്കാനായിട്ട് പറയാണ്. അതിനുശേഷം ജോ ആണെങ്കിൽ നമ്മുടെ മിങ്ങിനെ കഴിക്കാനായിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണ്. അതിന് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, നിനക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, കഴിച്ചു നോക്കാനായിട്ട് പറയാണ്. അങ്ങനെ മിങ് വന്ന ഫുഡ് കഴിച്ചിട്ട് അവൻ ഇഷ്ടപ്പെട്ടിട്ട് ഇത് കൊള്ളാമെന്ന് പറയുന്നുണ്ട്. ജോ കഴിക്കാതിരിക്കുന്ന കണ്ടിട്ട് നിന്നോട് കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവനാണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറയാണ്. ആ ടൈമിന് മിങ്ങാണെങ്കിൽ ജോയിൻ്റെ അടുത്ത് നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, മിക്കവാറും ഡെയിലി നിൻ്റെ കൂടെ രാത്രി വരാനായിട്ട് ആരെങ്കിലുമൊക്കെ കാണുമല്ലേ എന്ന് പറയാണ്. ആ ടൈം അവനാണെങ്കിൽ ആരുമില്ല, വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന ഫുഡ് കഴിക്കുന്നു, ഒറ്റയ്ക്കാണ് ടൈം സ്പെൻഡ് ചെയ്യുന്ന, എൻ്റെ ഫസ്റ്റ് ടൈം നിൻ്റെ കൂടെ നടക്കാനായിട്ട് പോകുമായിരുന്നു, എന്നാൽ നമ്മൾ തമ്മിൽ ആര് ടോപ്പാവുമെന്ന് ചോദിച്ചുകൊണ്ട് അടിയായില്ലേ, അതെല്ലാം പൊളിഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മിങ്ങാണി ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജോയിൻ്റെ അടുത്ത് ഇന്ന് രാത്രി ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നതാണ്. അങ്ങനെ ജോ അത് സമ്മതിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവരുടെ ഒരു ഉറങ്ങാൻ കിടക്കുകയാണ്. നമ്മുടെ ജോ ആണെങ്കിൽ മിങ്ങിന് കിടക്കാനായിട്ട് ബെഡ് കൊടുക്കുന്നുണ്ട്. ജോ എന്നിട്ട് തറയിൽ കിടക്കുകയാണ്. അതിന് മിങ് നീ ഇങ്ങി വന്ന് കിടക്കാൻ പറയുന്നുണ്ട്. ജോ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ മിങ് നീ ഇങ്ങി വാ, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അവിടെ താഴെ വന്ന് കിടക്കുമെന്ന് പറയാണ്. അങ്ങനെ ജോയും കൂടെ ആയിട്ട് മിങ്ങിൻ്റെ അവിടെ ബെഡിൽ കയറി കിടക്കുകയാണ്. ഇവരുടെ ജോ ആണെങ്കിൽ മിങ്ങിൻ്റെ അടുത്ത് ഇതുവരെയായിട്ട് നീ നിൻ്റെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മിങ്ങാണെങ്കിൽ എൻ്റെ പേര് മിങ് എന്ന് പറയാണ്. ഈ ടൈമിൽ ജോ ആണെങ്കിൽ ആക്ച്വലി എനിക്ക് ടോപ്പ് ആവണം ബോട്ടം ആവണം അങ്ങനെ പ്രത്യേകിച്ച് ഇന്നയൊന്നുമില്ല, ഏതായാലും എനിക്ക് ഓക്കെയാണ്, നിൻ്റെ അവിടെ ചെയ്തിരുന്നെങ്കിൽ അതെൻ്റെ ഫസ്റ്റ് ടൈം ആയേനേന്ന് പറയാണ്. മിങ് അപ്പോൾ ജോയിൻ്റെ അടുത്ത് അപ്പോൾ ഇതുവരെയായിട്ട് ആരുടെ കൂടെയും ചെയ്തിട്ടില്ലേന്ന് ചോദിച്ചപ്പോൾ അവരാണെങ്കിൽ ഇല്ലയെന്ന് പറയുന്നുണ്ട്. മിങ് ആ സമയം നീ ആക്ച്വലി എൻ്റെ അവിടെ ചെയ്യാത്ത നന്നായി, നീ
നിന്നെ സീരിയസ് ആയിട്ട് എടുക്കുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളുടെ കൂടെ നിൻ്റെ ഫസ്റ്റ് ടൈം ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ തിരിഞ്ഞ് കിടക്കുകയാണ്. ആട്ടൻ്റെ ജോ ആണെങ്കിൽ നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ, നിൻ്റെ മനസ്സ് കൊടുക്കാനായിട്ട് നിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് മിങ്ങിനോട് ചോദിക്കുകയാണ്. ആട്ടന് മിങ്ങ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ജോ ആ ടൈമിന് നിൻ്റെ പുറകെ നടക്കാനും ഒരുപാട് പേര് കാണുമല്ലോ എന്ന് ചോദിക്കുകയാണ്. ആട്ടേന് അതിന് മിങ്ങ് മറുപടി കൊടുക്കാതെ എനിക്ക് ഉറക്കം വരുമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങാനായി തിരിഞ്ഞു കിടക്കുകയാണ്. ആട്ടേന് ജോ ആണെങ്കിൽ മിങ്ങിനോട് അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന ടൈമിന് നീ ഇവിടെ ഉണ്ടാവോ, അതോ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ നീ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവോ എന്ന് ചോദിക്കുകയാണ്. ആട്ടേന് മിങ്ങ് അറിയത്തില്ല ചിലപ്പോൾ എന്ന് പറയാണ്. അതിന് ശരീരം ഉറങ്ങുന്നുണ്ട്. അതിൻ്റെ കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ ജോ ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. പക്ഷേ ആ ഒരു ടൈമിന് അവിടെ മിങ് ഉണ്ടായിരുന്നില്ല, മിങ് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് ജോ അവൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു ടൈമിന് ജോ അവൻ്റെ മനസ്സിൽ മിങ്ങിൻ്റെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഇപ്പോഴും ഈ റൂമിൽ തന്നെ ഉണ്ട്. ആ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി മിങ് തൻ്റെ റൂമിൽ വന്നതൊക്കെ താനൊരു സ്വപ്നമായിട്ട് മനസ്സിലാക്കിയേനേന്ന് കരുതാണ്. അതിനുശേഷം കാണിക്കുന്നത് മിങ് അവൻ്റെ വീട്ടിലേക്ക് എത്തുന്നതാണ്. അവൻ അബ്രോഡിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് ഇപ്പോഴാണ് അവൻ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ വീട്ടിലെത്തി അവൻ്റെ ലഗേജ് എല്ലാം അവിടെ വർക്ക് ചെയ്യുന്ന ലേഡി കൊണ്ടുവയ്ക്കുകയാണ്. അട്ടയൻ അവനാണെങ്കിൽ ഓക്കെ ഇത് മതി, നിങ്ങൾ ഇനി പൊക്കോ, ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാണ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ ലേഡി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ കൈ കിട്ടിയിരുന്ന വാച്ചൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്ന ടൈമിന് അവൻ്റെ ഡോറിൽ വീണ്ടും ആരോ തട്ടാണ്. അട്ടയൻ അതേ ലേഡി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവനാണെങ്കിൽ എനിക്ക് റെസ്റ്റ് എടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഡോർ ഓപ്പൺ ആക്കി ആ ടൈമിന് അങ്ങോട്ടേക്ക് വന്നത് ടോങ്ങായിരുന്നു. അങ്ങനെ ടോങ്ങിനെ കണ്ടിട്ട് മിങ്ങാണെങ്കിൽ ഓ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അട്ടൻ്റെ ടോങ്ങ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് നിനക്ക് വീട്ടിൽ വരാൻ തോന്നിയത്, ഇന്നലെ രാത്രി നീ എവിടെ പോയതാ, നിന്നെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷനായി എന്ന് പറയാണ്. ആ ടൈം അവനാണെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് നിന്നത് എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ടോങ്ങാണെങ്കിൽ ഓക്കെ ഞാൻ നിന്നെ ഡിന്നർ കഴിക്കാൻ ഇന്ന് രാത്രി കൊണ്ടുപോകാം, ഇന്ന് പുറത്തേക്ക് പോവാണ്, ഇന്ന് ഞാൻ നേരത്തെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നിന്നെ അന്ന് ഡിന്നർ കഴിക്കാൻ കൊണ്ടുപോകാം, എന്നാൽ ഇന്നലെ നീ ഡിന്നർ കഴിക്കാൻ വിളിച്ചപ്പോൾ വരാതിരുന്നോലെ, വരാതെയൊന്നും ഇരുന്നേക്കരുത്, ഇന്ന് വരണമെന്ന് പറയാണ്. അങ്ങനെ അവൻ വരാമെന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ കാണിക്കുന്നത് നമ്മുടെ ജോയാണെങ്കിൽ നമ്മുടെ ഷൂട്ടിംഗ് സെറ്റിൽ ചെന്നിരിക്കുകയാണ്. ആ ടൈം നമ്മുടെ ഇമ്മും ജോജോയും ഒക്കെ ഉണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടേണ്ട് നമ്മുടെ ജോജോയുടെ വൈഫ് നല്ലൊരു കുക്കാണെന്നൊക്കെ പറഞ്ഞത്. അത് നമ്മുടെ ജോജോയുടെ വൈഫ് കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫുഡ് ജോജോ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് നമ്മുടെ ജോ അത് കഴിക്കാതിരിക്കുന്ന കണ്ടിട്ട് ജോജോ ആണെങ്കിൽ എൻ്റെ വൈഫ് കഷ്ടപ്പെട്ടുണ്ടാക്കി അത് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈം അവനാണെങ്കിൽ കഴിക്കാം, പക്ഷേ എനിക്ക് നല്ല വിശപ്പ് തോന്നില്ല എന്ന് പറയാണ്. ആ ടൈം അവൻ ഒരുപാട് അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് ജോജോ ആണെങ്കിൽ എന്ത് പറ്റി, നിൻ്റെ ലവ് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആട്ടന് ഇമ്മാണെങ്കിൽ അതൊക്കെ കേട്ടിട്ട് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് നമ്മുടെ ജോജോ ആണെങ്കിൽ നമ്മുടെ ജോയിൻ്റെ അടുത്ത് നിനക്ക് എങ്ങനെയുള്ള പെൺകുട്ടികളാണ് ഇഷ്ടമെന്ന് ചോദിക്കുകയാണ്. ഈ ഒരു ടൈമിന് അവിടുന്ന് സീൻ കെട്ടായിട്ട് ഉടനെ തന്നെ കാണിക്കുന്നത് നമ്മുടെ മിങ്ങും ടോങ്ങും കൂടി ഡിന്നർ കഴിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. അങ്ങനെ ഒരു ഫുഡ് കഴിക്കുന്ന ടൈമിന് അവരുടെ ലൈഫിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. മിങ് അബ്രോഡ് പഠിക്കാൻ 4 വർഷം മുമ്പേ പോയതും പോകുന്ന ടൈമിന് ഭയങ്കര കരച്ചിലായിരുന്നതും ഇവരവൻ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതും 4 വർഷം പെട്ടെന്ന് കടന്ന് അവൻ്റെ പഠിത്തം കഴിയുമ്പോൾ തിരിച്ചു വന്നതും പിന്നെ മെയ്യിനെയും ടോങ്ങിനെയും പറ്റി അവരുടെ റിലേഷനെ പറ്റി സംസാരിക്കുകയും ഒക്കെ ചെയ്യാണ്. ഈ ഒരു ടൈമിലുള്ള ടോങ്ങിന് കോൾ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര തലവേദന എടുക്കുകയാണ്, നീ എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ടോങ് ഞാൻ ഉടനെ തന്നെ വരാൻ പറഞ്ഞ് കോൾ കെട്ടിയാണ്. എന്നിട്ട് മിങ്ങിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ മിങ് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, ഞാൻ വീട്ടിൽ സ്വന്തമായിട്ട് പൊക്കോളാം, നീ മെയ്യുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പറയാണ്. അങ്ങനെ ടോങ് എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് മെയിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ടോങ് തന്നെ അവിടെ ഇട്ടിട്ട് പോകുന്നതിൽ അവന് നല്ല സങ്കടമുണ്ട്. ഇതേ ടൈമിൽ ടോങ് നടന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ മിങ്ങിനാണെങ്കിൽ പെട്ടെന്ന് ജോയിയുടെ ഓർമ്മ വരാണ്. അതേ ടൈമിൽ നമ്മുടെ ജോയിനെ കാണിക്കുമ്പോൾ അവൻ അവിടെ ഷൂട്ടിംഗ് സെറ്റിൽ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് അവനൊരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരാണ്. അവൻ കോൾ എടുത്ത് സംസാരിച്ചപ്പോൾ അത് മിങ്ങായിരുന്നു. മിങ്ങാണെങ്കിൽ അവൻ്റെ അടുത്ത് നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മിങ്ങ് വിളിച്ചതനുസരിച്ച് നമ്മുടെ ജോ ആണെങ്കിൽ മിങ്ങുള്ള ആ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നതാണ്. അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ മിങ്ങാണെങ്കിൽ ജോയിനെ കണ്ടിട്ട് വന്നിരുന്നിട്ട് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ നമ്മുടെ ജോ ആണെങ്കിൽ മിങ്ങിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവനാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജോ ഇങ്ങനെ മെനു കാർഡ് നോക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ആൾ വന്നിട്ട് ഓർഡർ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ആട്ടിന് ജോ ആണെങ്കിൽ 1 മിനിറ്റ് ടൈം തരണേ, ഞാൻ ഇത്രയും വലിയ ഹോട്ടലിൽ വന്നിട്ടില്ല, അതുകൊണ്ട് എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മെനു കാർഡ് നോക്കുകയാണ്. ആട്ടേന് നമ്മുടെ മിങ്ങാണെങ്കിൽ ജോയിനെ പിടിച്ച് വെച്ച് കിസ് ചെയ്യാണ്. പെട്ടെന്ന് അവൻ ഇങ്ങനെ കിസ് ചെയ്ത് കണ്ടിട്ട് അവിടെ ഓർഡർ എടുക്കാൻ വന്ന ആൾ ഷോക്കാവുന്നുണ്ട്, ജോയും ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് മിങ്ങ് ജോയിൻ്റെ അടുത്ത് ടെൻഷനാവണ്ട, പതുക്കെ ആലോചിച്ചിട്ട് എന്ത് വേണമെന്ന് ഓർഡർ ചെയ്താൽ മതി എന്ന് പറയാണ്. ഇതെല്ലാം ഓർഡർ എടുക്കാൻ വന്ന ആൾ അവിടെ ഇത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ട് മിങ്ങാണെങ്കിൽ അയാളെടുത്ത് പോയി കുറച്ച് വൈൻ എടുത്തിട്ട് വരാനായിട്ട് പറയാണ്. അങ്ങനെ ആ മിങ്ങാണെങ്കിൽ അവിടെ നിന്ന് കുറേ ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡ്രിങ്ക് ചെയ്തിട്ട് അവൻ്റെ ബോധമൊക്കെ പോറാവാണ്. അങ്ങനെ ജോ ആണെങ്കിൽ തിരിച്ച് മിങ്ങിനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ കൊണ്ടുവന്ന് അവൻ്റെ അവിടെ സോഫയൊക്കെ എടുത്ത ശേഷം ജോ ഫ്രഷ് ആവാനായിട്ട് വാഷ്റൂമിലേക്ക് ചെല്ലാണ്. ഇട്ടതിന് മിങ്ങും എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെല്ലാണ്. അങ്ങനെ നമ്മുടെ ജോ ഇങ്ങനെ ഷർട്ട് ഇടാതെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ മിങ്ങിനാണെങ്കിൽ അത് ടോങ് ആണെന്നുള്ളൊരു തോന്നൽ വരാണ്. അങ്ങനെ അവനാണെങ്കിൽ പെട്ടെന്ന് ജോയിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ട് അവന് കിസ് ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട്. ആട്ടന് ജോ മിങ്ങിനെ തടയാണ്. ആട്ടന് മിങ്ങാണെങ്കിൽ അറിയാം നിൻ്റെ ഫസ്റ്റ് ടൈം നിനക്ക് നീ സ്നേഹിക്കുന്ന ആൾക്ക് കൊടുക്കാനാണ് ആഗ്രഹം, നീ എന്താ ഇപ്പോഴും വിർജിനായിട്ടിരിക്കുന്നത്, നിൻ്റെ ഫസ്റ്റ് ടൈം എന്താ നേരത്തെ കഴിയാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആട്ടനും
അവനാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ടൈം നിനക്ക് തരുന്നില്ലേ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ മിങ്ങാണെങ്കിൽ ജോയിനൊന്ന് നോക്കിയിട്ട് കിസ് ചെയ്യാണ്. അങ്ങനെ ഒരു ഇൻറ്റിമേറ്റ് ആവാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ എന്നിട്ട് ജോ ആദ്യം ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. അവനങ്ങനെ ഉറക്കം എഴുന്നേറ്റ് മിങ്ങിനെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. ഈ ഒരു ടൈമിൽ ജോ ആണെങ്കിൽ ഒരു വോയിസ് ഓവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതായത് എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും അത് ഞാനൊരു സ്വപ്നമായിട്ടാണ് വിചാരിച്ചത്. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എന്നാൽ എനിക്കറിയത്തില്ലായിരുന്നു ഇതെൻ്റെ ജീവിതം നശിപ്പിക്കാൻ പോവുകയാണെന്നും പിന്നെ ഈ മുന്നിൽ കിടക്കുന്ന ആൾ എൻ്റെ ജീവിതം തുലയ്ക്കുമെന്നും എനിക്കറിയത്തില്ലായിരുന്നു എന്നും പറയുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡൂടെ എൻ്റെ ആവുകയാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് എന്താണ് തോന്നിയതെന്നും ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കെന്തായാലും ഈ ഒരു സീരീസ് കണ്ടത് വെച്ചിട്ട് കൊള്ളാമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇനി എപ്പിസോഡ്സ് ഇറങ്ങാനുണ്ട്. എന്താവും എങ്ങനെയാവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.